ഹായ് 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 ചെങ്ങന്മാരൊക്കെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുള്ളത് ആന്ധ്രയിലാണ്. ഇന്നലെ ആന്ധ്രയിലേക്ക് കയറിയിട്ട് നമ്മൾ ആന്ധ്രയിൽ നല്ലൊരു ധാബയിലാണല്ലോ കിടന്നത്. ഇത് ധാബ മാത്രമല്ല, അതൊരു മൂച്ചിത്തോട്ടം കൂടിയാണല്ലോ. ഇതിക്ക് വെള്ളം വിട്ടതാണ്, മൂച്ചിൻ്റെ ചോട്ടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി വിട്ടതാണ്. മനസ്സിലായോ? ഇത് ശ്രദ്ധിക്കണ്ട തോട്ടം ശ്രദ്ധിക്കണം. തോട്ടം നല്ല ശ്രദ്ധിക്കണം. ഇവിടെ നല്ല, ഞാൻ പറയല്ലേ, ചിറ്റൂർ ജില്ല അതേമാതിരി തിരുപ്പതി ജില്ല ആ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നത് മാമ്പഴ കൃഷിയാണ് നടക്കുന്നത്. അതുപോലെ തക്കാളി അല്ലേ, ഈ രണ്ട് കൃഷിയാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആന്ധ്രയിൽ പില്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ധാബയിൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇന്നലെ രാത്രി നമ്മൾ അവിടെ ആയിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ വെയിലായപ്പോൾ ഇങ്ങോട്ട് ഈ മൂച്ചിയുടെ മറവിലേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നല്ല തണലാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഫുള്ള് ഇറക്കി കയറ്റി. പക്ഷെ എന്നാലും ഇഷ്ടംപോലെ പൊടികളോ റവയൊക്കെ ഇപ്പോഴും വണ്ടിയിൽ ഉണ്ട്. അതൊക്കെ അവന്മാർ കൈ പിടിച്ച സ്ഥലങ്ങളാണ്. എന്നാലും ഇപ്പോഴും ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചസാര റവയും പഞ്ചാരം കുറേ ചിന്തിയില്ലേ? റവയും പഞ്ചാരയും കുറേ ചിലവൻ പറഞ്ഞവര് അതൊക്കെ കുറേ ആട്ടപ്പൊടിയൊക്കെ ആകെ പൊട്ടിയിട്ടില്ലേ, ആകെ പൊട്ടി പോളിസായി. എന്നിട്ട് ആകെ ആക്രമണം ആകെ താറുമാറാക്കി വരും. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വന്ന ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് പോട്ടെ, ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മിക്കവാറും ഈ ഒരു ധാബയിൽ ഈ ഒരു സ്ഥലത്ത് ഇവിടെ തന്നെ നിൽക്കാന്നുള്ള രീതിയിലാണ്. നമുക്കിവിടെ അങ്ങനെ അടുത്തുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ നടന്നു പോവാം. ഞങ്ങൾ ഇന്നൊരു റെസ്റ്റ് എടുത്താലൊന്ന് കയറുന്നുണ്ട് അല്ലേ. റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി ഓടുന്നല്ലോ വണ്ടി, ശരീരത്തിനൊരു ക്ഷീണം പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുത്ത് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇവിടെ കുളിക്കാതെ സൗകര്യമുണ്ട്. കുളിക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് ഞാൻ ഇട്ടതും ഓട്ടതും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡ്രസ്സുകളും അലക്കാനായില്ലേ. ഇനി നമുക്ക് ഇടാൻ ഡ്രസ്സില്ലല്ലോ, ട്രൗസർ മാത്രമല്ലോ. വെറും ട്രൗസർ ഇട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് മാത്രം നശിപ്പിച്ചിട്ടുള്ളൂ. ആടെ വണ്ടിയുണ്ട്, ഒരു മൂച്ചിത്തോട്ടത്തിലാണ് നിർത്തിയിട്ടുള്ളത്. അതിലങ്ങോട്ടൊരു മലയൊക്കെ ഉണ്ട്. ആ മലേൻ്റെ വഴിക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതിലൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല രസകരമായ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. അതെ, ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ടൊക്കെ ഞങ്ങളിങ്ങനെ രണ്ടുപേര് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കുക്ക് ബ്രഷൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ വലിയൊക്കെ തന്നെ എഴുതി. ഇവിടെ പേര് കുളിക്കണം. ടാങ്കാണ്. ആ ടാങ്കിലത്തെ വെള്ളത്തിൽ നല്ല വെള്ളമാണ്. അതിൽ കുളിക്കാൻ ലോറിക്കാതെ നിർത്തുന്ന സ്ഥലമാണ്. പാണ്ഡ്യ താൻ എവിടേക്കാ പോണത്? പാണ്ഡ്യം പോയിട്ടാടാ. പാട്ടം വെക്കിട്ട് നമുക്ക് റെഡിയാണ് മക്കളെ, റെഡി. കന്നാസ് കടലാസില്ലേ? ഇത് എത്രയോ ദിവസത്തെ ഞങ്ങളുടെ സമ്പാദ്യമാണ്. മരുന്ന് അവിടെ എടുത്തില്ല. ഒന്ന് റെഡിയാക്കട്ടെ. ഈ വെള്ളം നോക്കാം, നല്ല ക്ലിയർ വെള്ളം, തെളി വെള്ളം. ഈ ഒരു പതമരത്തിൻ്റെ തണല്, അതുപോലെ പുളിമരത്തിൻ്റെ തണല് എല്ലാം ഉണ്ട്. ലോറിക്കാരെല്ലാവരും കുളിച്ച് പോയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുളി. ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് ചാടിക്കാം. ചാടിച്ചിട്ട് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കാം. ഇതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവസ്ഥ നോക്കാം. എന്നാൽ ഞങ്ങളൊന്ന് സെറ്റാകട്ടെ. ഹായ്, കുളിയൊക്കെ കഴിഞ്ഞ് സൂപ്പറായി. നമ്മുടെ ഡ്രസ്സ് ഫുള്ളതാണ്ട് അവിടെ കാണാൻ അയക്കുമ്പോൾ അവിടെ ആർക്കും തോരാടാനുള്ള ഗ്യാപ്പിനി ഇല്ല. അപ്പോൾ എന്നാൽ പിന്നെ വണ്ടി ഇവിടെ ഒക്കെ ക്യാമറ ഒന്ന് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഹോട്ടൽ. എന്തൊക്കെ ഇവിടെ ഉള്ള അറിയില്ല, അത് നോക്കാം നമുക്ക്. ചെറിയൊരു ഹോട്ടലാട്ടോ, വലിയ സംഭവം ഒന്നല്ല. ദോശയൊക്കെ ചൂടുന്നുണ്ട്. ദോശയൊക്കെ ചൂടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം. അതായത് ഇവിടെ ദോശയില്ല, ചപ്പാത്തി ഉള്ളൂ. ഇത് ഒരു ത്രികോണ ഇത് കണ്ടിട്ട് വേറൊരു കോണ ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒരു എന്താ ടൊമാറ്റോൻ്റെ തക്കാളിക്കറിയാണ്. അല്ലടാ മോനെ, 2 ഉള്ളിയും വെച്ചിട്ടുണ്ട് ഇവർ. ഇത് എന്താ സംഭവമല്ല, എങ്ങനെ അറിയില്ല. കുഴപ്പമില്ലല്ലോ, അടിപൊളിയല്ലേ? മച്ചാനപ്പൊടി ഒന്നല്ലേ ഞങ്ങളേ ഇഡലിന്ന് മതിയായി. ആ ഇഡലി ഇനി ഇഡലി തന്നെ ഒന്നുമില്ല എന്നുള്ള തീരുമാനത്തിൽ പോയി ഞങ്ങൾ. തിന്നതോടെ കുറച്ചേത്തെ മൈലേജുള്ളൂ. മൈലേജ് മാത്രമേ തിന്നാൻ കഴിയണ്ടേ മക്കളെ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചു. വാടാ കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്നാണല്ലോ കുടിച്ചത്. ഇവിടെ ചേച്ചിക്ക് മലയാളം നന്നായിട്ട് അറിയാം. ഇവിടുത്തെ ലോറിക്കാരൊക്കെ ഇതിൽ പോയിട്ട്
ചേച്ചി മലയാളം പഠിച്ചിന് ഉസാറായിട്ട്, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആരിലൊക്കെ ഇതുവഴി വരുവാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ധാബയിൽ കയറാം. ഈ ഒരു ധാബ പില്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് പില്ലൂർ ടൗൺ കഴിഞ്ഞ്, അതായത് നമ്മൾ ആന്ധ്രയിലേക്ക് അങ്ങനെ ഹൈവേയിലേക്ക് കയറി പോകുമ്പോൾ പില്ലൂർ ടൗൺ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു ധാബ ഉള്ളത്. നല്ല സൗകര്യമുള്ളൊരു ധാബയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് കാര്യമൊക്കെ ഈ ഒരു ധാബയിലുണ്ട്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഓട്ടോറിക്ഷയിൽ കിടക്കും, അപ്പോൾ നിങ്ങൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ നല്ല സ്ഥലം വേണമെങ്കിൽ അവിടെ വീടുണ്ട്, ആ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കിടക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു വീട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മൾ വണ്ടിയിൽ തന്നെ കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നൈറ്റിൽ വേണമെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്കൊക്കെ വേണമെങ്കിൽ ഇടാം. കാരണം അത്രയും ഫ്രീ ആണ്. ഞാൻ കരുതി ഇവിടെയൊക്കെ ഈ വീട് കണ്ടപ്പോൾ ഇവിടെ ആളുണ്ടെന്നാണ്. ഇത് ഇവർ വാടകയ്ക്കാട്ടോ, അവർക്ക് വീടൊന്നുമില്ല എന്നാണ്. സെൽമ ചേച്ചിയാണോ താത്തയായാലും എന്തായാലും നമുക്ക് അങ്ങനെയാണല്ലോ. എന്തായാലും അടിപൊളിയാണ്. സൽമ എന്നാണോ അവരുടെ പേര്. അവിടെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. അവർ പറഞ്ഞാൽ നമ്മളോട് ഇവിടെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, വേണമെങ്കിൽ കയറി കിടക്കാം. അവർ വാടകയ്ക്കാണ്. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു ഗോഡൗൺ പോലെയാണ്. ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മേലേക്കും വേണമെങ്കിൽ കയറിയിട്ട് മേലെയും കിടക്കാമെന്ന് പറഞ്ഞു. മേലെ കിടക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ കുളിക്കാൻ, അത് ചിലപ്പോൾ അവിടെ ഇവരുടെ ഡോറാട്ടോ, ഇത് ബാത്റൂമിൻ്റെ ഡോറാണത്. കുളിക്കണമെങ്കിലൊക്കെ സുഖമാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയിൽ മഴയില്ലെങ്കിൽ സുന്ദരമായിട്ട് കിടക്കാം കഴിച്ചിവിടെ. കുക്കുവിനെ ആരോ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ കോമിക്കോടെ ചോദിച്ചു നോക്കാം നമുക്ക്, ലൈനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നല്ല വ്യൂ ആണ്, ഇതിന് മേലെ കയറിയിട്ട് നല്ല രസമാണ്. ഇതിന് മേലെ ഇവിടെ കിടക്കാമെന്നാണ് അവർ പറഞ്ഞത്. സുന്ദരമായിട്ട് കിടക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടിനെ അവിടെ നിന്ന് എടുത്തിട്ട്, ഇപ്പോഴത്തെ കേസല്ല ഞാൻ പറയണേ, രാത്രിക്കത്തെ കാര്യമാണ്. വണ്ടിനെ അവിടെയാണല്ലോ ഇപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കണം. അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വരെ ഇതിലെങ്ങനെ സുന്ദരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി പറ്റും. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ മേലെ വന്ന് കിടക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ നോക്കട്ടെ, ചിലപ്പോൾ ഇതിൻ്റെ മേലെ ഇന്ന് രാത്രി ഇന്നത്തെ നൈറ്റ് ലൈഫ് നമുക്ക് ഇവിടെ ആക്കാൻ പറ്റിയതുകൊണ്ട്. കാരണം 10 ദിവസമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. 10 അല്ല, ഇന്നേക്ക് 14ാമത്തെ ദിവസമോ 15ാമത്തെ ദിവസമാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഞാൻ വണ്ടി ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏതായാലും അത്രയും ദിവസമായി ഈ ഒരു യാത്ര ആരംഭിച്ചിട്ട് നമ്മൾ എവിടെയും മര്യാദയ്ക്ക് ഒരു നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം റെസ്റ്റ്. അല്ല, ആരെയും കുറിച്ചില്ല അവ പറ ലൈൻ എടുക്കാം ഉനക്ക്. നെഹി ക്യാ ഹുവാ? ആര് കള്ളച്ചിരി കണ്ടിട്ട് എനിക്ക് ഇല്ല. ഏതായാലും ഞങ്ങളങ്ങനെ ഇവിടെ ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ചിലവാക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇവിടെ മാത്രം നിൽക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അതിലേക്ക് ഒന്ന് ഇങ്ങനെ പോയി നോക്കണം. അല്ലേ, നമുക്കൊന്നും പോകണ്ട, നമുക്കൊക്കെ പോയാൽ പണി കിട്ടൂലേ. അല്ല, അതിലത് പോയി നോക്കല്ല, അത് രസമാവും. ഇതിലെങ്ങനെ പോയാൽ മതി, അങ്ങോട്ടൊക്കെ അടിപൊളിയായിരിക്കും. ഒക്കെ ശരിക്കും ഓടണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പില്ലൂരിലേക്ക് പോകണം. അവിടേക്ക് ഏകദേശം ഇവിടുന്ന് 5.5 കിലോമീറ്ററാണല്ലോ ഗൂഗിളിൽ നമുക്ക് കാണിക്കുന്നത്. 5.5 കിലോമീറ്റർ ഉണ്ട് ഉപ്പു. പോലല്ലേ മോനെ? ഇനി ഒരു കല്ലെന്തെങ്കിലും വെക്കണോടാ, കല്ലൊക്കെ. പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് എനിക്കറിയോ? ടോട്ടല് എത്ര കിലോമീറ്റർ ഓടിയോ ഗസ് ചെയ്താ? എനിക്കിപ്പോൾ ഇത്രയും ദിവസം നമ്മളിപ്പോൾ ഉണ്ടല്ലോ അന്ന് പറഞ്ഞു കൂട്ടണ്ട. ഗജ് മൊത്തത്തിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയൊക്കെ എനിക്ക് ഏകദേശം ഒരു കണക്കെന്ന് പറഞ്ഞത്. വേഗം പറയും. 1000 വേഗം പറഞ്ഞോ. 1800. ഓ ഗായ്സ് 1800 ഓടിയിട്ടില്ല. 1800 ഒന്നും ഓടിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മൾ 27-ാം തീയതി രാത്രിയാണല്ലോ ഇറങ്ങണത്. അതായത് മെയ് 27-ാം തീയതി പകല് രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങണത്. മെയ് 27-ാം തീയതി രാവിലെ. ഇന്നെന്ന് പറയുന്നത് ജൂൺ 9 അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ കറങ്ങി ഇങ്ങോട്ട് മൊത്തത്തിലുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 1284 കിലോമീറ്റർ നമ്മൾ ഓടിയത്. മൊത്തം ഓടി, നമ്മളെ വണ്ടി മൊത്തം ഓടിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പായ് ഷീറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി എടുക്കുന്നു, പിലോറിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പോയിട്ട് ഒരു 1 കിലോ ചിക്കൻ വാങ്ങുന്നു. തേൻ്റെ കച്ചവടം കണ്ടു. നമ്മുടെ വണ്ടി ഇങ്ങനെ റോഡ് സൈഡിൽ ഇറക്കി എടുത്തിട്ടുണ്ട്. തേനെന്ന് പറഞ്ഞാൽ തേൻ്റെ പലക അടക്കമുള്ള കച്ചവടമാണ് അല്ലേ? തേൻ പലക അടക്കണ്ടേ ഉണ്ടോ? അതായത് ഈ തേൻ പലകയാണത് ചുറ്റും വെച്ചിട്ടുള്ളത്. അതിന്നിങ്ങനെ മുക്കി എടുത്താണ്ട് കുപ്പിയിലേക്ക് നിറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരിപ്പോൾ 2 കുപ്പി വാങ്ങിയാണ്. 1 കുപ്പി വാങ്ങിയില്ലേ, 2 കുപ്പി വാങ്ങിയവർ. അവൻ്റെ മക്കളെ ലിറ്റർ എത്ര? ലിറ്ററോ കിട്ടണേ 400. 1 ലിറ്ററിന് 400 രൂപ.
എന്താ അവസ്ഥ? നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ എത്തുക വീട്ടിലേ? ఆకను ఒరిజినల్ యానన్నకి పడని ఇది మాత్రం పడాలా చక్కెర పాకం బెల్లం పాకం అయితే పడిపోయి ఇర్లిపోతుంది వెള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ఏనా మీకు తెలియదన్న అక్క ఫోన్ చేస్తాకనా పిల్లలకి అదే పిండకన్నా తేంప అలాగేనది കണ്ടോ నెంబర్ తీసుకున్నారు కదా തേനീച്ചകള് പക്ഷേങ്കിൽ പഴയ പലകയാണ് അടിയത്തൊക്കെ బంగారు తండ్రి ഇത് ആ തേന അതിന്റെ ഉള്ളിലാണ് കഴിച്ചോ കംപ്ലീറ്റ് അതിന്റെ ഉള്ളിലാണ് റിട്ടേൺ 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 సరే సరే రిటర్న్ వచ్చిందాక ఉంటుంది రిటర్న్ ఎప్పుడో అయిపోతుంది റിട്ടേണിലുണ്ടെങ്കിൽ വാങ്ങാന്ന്. എന്താണോ അവ ചേച്ചി പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ എനിക്കറിയോ? എന്താ പെരയൊക്കെ എത്തുമ്പോഴത്തേന് ആകെ ഇരപ്പാക്കും അത്. പിന്നെ നമ്മളോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞാണ് അമ്മയെ ആ കുട്ടിക്ക് ചുമക്കൊക്കെ ഈ സാധനം നല്ല മരുന്നാണ് അല്ലേ? അവൾക്ക് ചുമ ഉണ്ടാവുമ്പോ പിന്നെ കൈയൊക്കെ പൊള്ളുകയാണെങ്കിൽ പിന്നെ തേച്ചെടുക്കാം. അപ്പൊ ആ ചെറിയ പൊള്ളലിനൊക്കെ ഈ സാധനം തേൻ ഉപയോഗിക്കാം. പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കൂളിംഗ് ഗ്ലാസ് കുക്കുവിൻ്റെ ഉണ്ടോ? ഇന്റെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നു. പിന്നെ ഓനിത് കണ്ടിട്ടില്ലേന്ന് ഞാൻ തപ്പിയെടുത്താണ്. കുറച്ചെന്റെ പെരുന്നാണ്. അപ്പോൾ പിലവറിലുണ്ട്. ഇനി ഇവിടെ തന്നെ ഉണ്ട് ചിക്കൻ കട. ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് കൊരങ്ങന്മാരൊക്കെ തിന്നില്ലേ? ഉള്ളി തക്കാളി മുതലായവ വേറെ എന്തൊക്കെയാ വേണ്ടേ? എല്ലാം വാങ്ങേണ്ടി വരും അല്ലേ? ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടായിരുന്നു. അല്ലാത്തൊക്കെ വാങ്ങാം. അല്ലാത്തൊക്കെ വാങ്ങണ്ടേ? ഇഞ്ചി ചിലപ്പോൾ എരിഞ്ഞിട്ടേക്കാരും ഒഴിവാക്കിയത്. ഒരിക്കൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു നഗരമാണ് പിള്ളേർ എന്ന് പറയുന്നത്. നല്ല എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവിധ ആളുകളും ഒരുമയോടെ കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു നാട് തന്നെയാണത്. ഇവിടെ ചിക്കൻ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചു. ഹാഫ് കെ ജി ഇവിടെ ചിക്കൻ ഇങ്ങനെ തൊലിച്ചാണ്ട് കെട്ടി തൂക്കിയിടും. അങ്ങനത്തെ ചിക്കനാണ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ മുന്നിൽ തന്നെ ഇട്ടാണ്ട് അറുത്ത് മുറിച്ചുള്ള സംഭവമല്ല. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ ചിക്കൻ തൂക്കിയിട്ട് നമ്മൾ അറുത്ത് മുറിച്ചിട്ടിട്ട് അത് വാങ്ങല്ലേ. അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ അവിടെ ഇറച്ചി വെട്ടിച്ച് പോകും. ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് പോകും. തൊലി കളഞ്ഞാണ്. തൊലി ഉണ്ടാവും. തുങ്ങല് പറിച്ചിടൂല്ലേ? അതിനെത്ര? 140 റുപ്യ. അപ്പം എത്ര ഒരു കിലോനൂടെ? 280 റുപ്യ. ഓ ചിക്കന് ജാസ്തി റേറ്റ് അല്ലേ? ജാസ്തി റേറ്റ്. നമുക്ക് സാധാരണ നമ്മളിതിന് മുന്നായിട്ട് ചിക്കൻ വാങ്ങിയത് 120 റുപ്യക്കല്ലേ? 120 റുപ്യക്കാണല്ലേ? തമിഴ്നാട്ടിലായിരുന്നു, ആന്ധ്രയിലാണ് നമ്മൾ. ഇനി നമുക്ക് ഉള്ളി തക്കാളി പോലെ സംഭവം കിട്ടണം. മാർക്കറ്റ് വല്ലതും ഉണ്ടോ? അവിടെ ആകുമ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും അല്ലേ? തരേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒന്നല്ല, ഒരു പച്ചക്കറിക്കട, പച്ചക്കറി പീടിയ. വെളുത്തുള്ളി ഒരു 3 വാങ്ങിയാൽ പോരാ? ആവശ്യാനുസരണം വാങ്ങിയാൽ പോരാ നമുക്ക്? അത് മതി. 70 റുപ്യ കിലോന് വില എന്ന് പറയുന്നത്. നമുക്ക് ഇത് എത്ര ഉള്ള ഇത് മതി അല്ലേ? പിന്നെ തക്കാളി ഇല്ലല്ലേ? തക്കാളി ഇല്ല. ഉള്ളി കുറച്ചല്ലേ ഉള്ളൂ. തക്കാളിയൊക്കെ ചെറിയ തക്കാളി കേട്ടോ, വളരെ ചെറുതാണ്. പിന്നെ ഉള്ളി ഏകത്തിനാ പോയി 40 റുപ്യ കിലോ. 40 റുപ്യ കിലോന് വില. 40 റുപ്യ. നിങ്ങൾ തമിഴാ? കൊച്ചു தெரியுமா? எங்களுக்கு தமிழ் தெரியும், ஆந்திரா தெரியல, கொச்சிല്ല. ഹിന്ദി മാലോ? ഹിന്ദി തോടെ. നമ്മളെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ഉള്ളിയും തക്കാളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറെ എടുക്കാം. അപ്പോൾ അതായി ഉള്ളി തക്കാളി വെളുത്തുള്ളി ആക്കിയിട്ട്. പിന്നെ അതിക്ക് വേറെ എന്തെങ്കിലും വേണോ? പച്ചമുളക്. പച്ചമുളക് അത് 40 റുപ്യ കിലോന് വില. 10 റുപ്യ വാങ്ങണ്ട. അച്ചാർ വരെടാ. അച്ചാറിൻ്റെ വേണ്ടേ? മസാല സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരി, നമ്മുടെ സാധനം ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും വേണം നോക്കോ? കറിവേപ്പില അവിടെ ഉണ്ട്. അവിടെ വലിയൊരു മരമുണ്ട്. ഇവിടെ മുട്ടയുണ്ട്. അപ്പോൾ പിന്നെ മുട്ടയെ വാങ്ങാൻ 7 റുപ്യാണ്. ഈ പച്ചക്കറിക്ക് മൊത്തം നമ്മൾ വാങ്ങിയത് 4 ഐറ്റം ആണല്ലോ. ഒക്കെ ഒരു അര കിലോനൊക്കെ എടുത്തിട്ടുള്ളൂ. ഒക്കെ പാടെ 100 റുപ്യ. ഇവിടെയൊക്കെ ഗൂഗിൾ പേ വർക്കാണ്. നമുക്ക് ആ കാര്യത്തിനൊന്നും യാതൊരു പ്രശ്നമല്ല. UPI എല്ലായിടത്തും UPI ഉണ്ട്. നമുക്ക് UPI ചെയ്യാം. നമ്മുടെ പേര്
അദ്ദേഹത്തിന് കുറേയൊക്കെ തമിഴ് അറിയാട്ടോ. നമ്മളിവിടെ നിന്നുകൊണ്ട് സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്ന ഒരാളാണ്. നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ വർക്കാം നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇനി നമുക്ക് എന്തെങ്കിലും വേണോടാ? ഇനി എന്ത് മാറ്റലോ? എന്തോ അക്ക എന്തോ പറയണ്ട നമ്മടെ, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവണില്ലല്ലോടാ. ചെറുക്കുണ്ട് നമുക്ക് ഓക്കെ ആയില്ലേ? ഓക്കെ. ഞങ്ങളവിടെ പോയി വന്നിട്ടുണ്ട്. ഇനി ചോറ്, ഈ ചോറിന്റെ പരിപാടി നോക്കൂലേ? ഏടാ കൈസ എന്താ അറിയോ, ഇവനെ എന്നോടേ ആ ടൗണിക്ക് എത്തിയപ്പോ പറയാ ജിന്റെ ഗ്ലാസ് ആട്ടിക്കാ അജ് വേറെ വാങ്ങിക്കോന്ന്. ഞാൻ വാങ്ങടാ. നീ മേടിക്ക്. നിന്റെ ഗ്ലാസ് ഞാൻ മറന്നത് കൊണ്ടാണടാ. എന്തായാലും കുഴപ്പമില്ലല്ലോ. ലുക്കാണ് അടുക്കലും കൂടി വേണ്ടിയിരുന്നു. നീ സൂപ്പറാടാ. കൊന്ത വേണ്ടിയിരുന്നു പുളി. നീ സൂപ്പറാടാ. കുരിശോ? കുരിശ് അടിപൊളിയായിരുന്നു. ഒരു മൈപ്പിനും കൂടി മരിപ്പിന് ഒരു ചെമ്പരത്തി അപ്പുറത്തും വെച്ച എല്ലാം കൊണ്ട് ഓക്കെ ആയി. ഞങ്ങളേ അടുപ്പെടുത്താണ്ട് ഇവിടെ അത് ചോറ് വെക്കട്ടെ. ഞാൻ അപ്പേക്ക് ചോറ് വെക്കൂലേ? ഞാൻ അപ്പേക്ക് ആ ഉള്ളി തക്കാളി സംഭവം പോലെയൊക്കെ ചിക്കനിലേക്ക് അരിഞ്ഞു വെക്കട്ടെ. ഗൈസ് ഞങ്ങളേ ഇവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ അപ്പോൾ ഈ വേസ്റ്റും ഉണ്ട്. അപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു എന്താ ഇവിടെ കുക്ക് ചെയ്യാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ നല്ല സ്ഥലമുണ്ട്, നല്ല തണലാണ്, മല നന്നായിട്ട് അറിയാം. ചേച്ചി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് വീഡിയോയിൽ താല്പര്യമില്ല എന്ന്. ഒരാൾ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ ആളെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും സൗകര്യം തരും. നമുക്കേ അറിയാം, ഓരോ നാട്ടിൽ ചെന്നാൽ നമുക്ക് ഒരാൾ ഞങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരാളാണ് ഈ ആള് ഈ നാട്ടിൽ. അങ്ങനെ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ മതി. കാട്ടൊക്കെ യാത്ര ചെയ്യാം. നമ്മൾ യാത്ര പോകണം. യാത്ര പോയാലേ ഇങ്ങനെ കിട്ടുള്ളൂ. ഇത്ര അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒന്നും നടക്കില്ല. ഏതായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ലൈഫിൽ. തീർച്ചയായിട്ടും. നമ്മുടെ മാങ്ങ പറിച്ചോണ്ടായതാണ് പോലോ. കണ്ടമാനം മാങ്ങണ്ടേ ചേച്ചി പറയേ ഫുൾ മാങ്ങയെന്നു ഒക്കെ പറിച്ചോണ്ടായതാണ്. ഏതായാലും ആ റെഡി കാട്ടിയ പണി റെഡിന്റെ തോട്ടാതെ. അങ്ങനെയെങ്കിൽ നമ്മളെ നമ്മുടെ വണ്ടീനെ അങ്ങോട്ട് നിർത്താം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് പറഞ്ഞിരുന്നു. ഇത് ചേച്ചി നമുക്ക് കൊണ്ടുവന്ന മാങ്ങ. ചേച്ചി ഇതാ പോണു. ചേച്ചി കൊണ്ടുവന്ന ചേച്ചിക്ക് യാതൊരുവിധ താല്പര്യമല്ല വീഡിയോക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ മക്കളെ സുഖം സ്വന്തമായിട്ട് കിടക്കാം. ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാം കേട്ടോ. അവിടെ ഇവിടെ ഒന്നാട് ഈ കുപ്പിയൊക്കെ തന്നെ എടുത്താണ്ട് ആ രൂപ എടുക്കലും മാറ്റിയിടണം. ഇവിടെ അത് വെള്ളക്കുപ്പിയൊക്കെ വെച്ചാൽ ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ചക്കയുണ്ട്, മാങ്ങ ഉണ്ട്. ചേച്ചി ഒക്കെ നിങ്ങൾ ചേച്ചി ഞങ്ങൾക്ക് മാങ്ങ ഉണ്ട്. എന്താ സ്നേഹല്ലേ. ഇതുപോലത്തെ സ്നേഹം ഇത് നമ്മളെ നാട് വിട്ട് പോന്നിട്ടാണ് ഇത്ര സ്നേഹമുള്ള. ഇത് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഒരു അനുഭവം. ഒന്ന് നമുക്ക് തമിഴ്നാട്ടിലെ ചെക്കന്മാർ അത് കണ്ടി ചേച്ചി ഈ യാത്രയിൽ രണ്ടാമത്തെ ആളുകളാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾക്ക് നല്ല കാലം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ ഇനിയും വന്ന് കാണും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം തമിഴ്നാട്ടിലെ നമ്മുടെ ചെക്കന്മാരുടെ സ്ഥലം, അവരുടെ കോൺടാക്റ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിക്കും തന്നെ നമ്മുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ ആ ഏട്ടനുണ്ട്. ഏട്ടന് പിന്നെ നമ്മുടെ സംസാരിക്കാനേ അറിയുന്നില്ലല്ലോ ഭാഷ. അപ്പോൾ ഏട്ടൻ്റെ നമ്പർ ഒന്ന് വാങ്ങണം അല്ലേ. ഏതായാലും ഭയങ്കര സംഭവമാണ്, ഫീലാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും വണ്ടിനെ ആ തണലത്തേക്ക് ആവണട്ടെ. അവൻ കിടക്കണാക്കണ് നമ്മൾ ആ കുട്ടാപ്പ് കിടക്കണ ആ സൈഡേക്ക് അങ്ങനെ അടുപ്പിച്ചിടുക. എന്താണെന്ന് വെച്ചാൽ വണ്ടി ചൂടാവില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാനും അരിയാനും ഒക്കെ പിടിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഇവിടെ അടുപ്പ് വെക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് ചേച്ചി നമുക്ക് തന്ന സ്ഥലമാണത്. എന്താ ഒരു സുഖം ഈ കല്ലുമലക്ക് ഇരിക്കാനും ഉച്ചയ്ക്ക് ഒന്ന് വേണമെങ്കിൽ മയങ്ങാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. മയങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും പോകട്ടോ. ആ വീട്ടിലേക്കോ നമ്മൾ നേരത്തെ പോയേ ഇജ് ലവറോട് സംസാരിച്ചപ്പോ ഞാൻ പോയി കണ്ടാക്കാം. അപ്പൊ വല്ലുള്ളി 2 എടുത്തേക്കണ്. അപ്പോൾ അതിനെ പച്ചമുളക് ഒരു 3 എടുത്തേക്കണ്. ഒരു ഇഞ്ചി കണ്ട എടുത്തേക്കണ്. കുറച്ച് ചീരുള്ളി എടുത്തേക്കണ്. പിന്നെ വെളുത്തുള്ളി, ഒരു തക്കാളി ചെറുത്. ഇത്ര സംഭവങ്ങളാണ് നമ്മുടെ ഈ 1/2 കിലോ ചിക്കനാണ് നമ്മുടെ അടുത്തുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കസ ആക്കട്ടെ. ഇത് അപ്പോഴേക്ക് ചോറ് വെക്കല്ലേ? ചോറ് വെക്കുക. ഞാൻ അത് കഴിഞ്ഞിട്ട് ചിക്കൻ നന്നാക്കൊക്കെ വേണം. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി പോകണം. ഇത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ മസാല ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു മനോഹരമായ ഈ ഒരു ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സാധനം നമ്മൾ പുതിയതാണ്. പ്രശസ്ത ബ്ലോഗറും നടുവത്തിൻ്റെ മണിമുത്തുമായ രാകേഷ് കുക്കുവാണ് ഈ സംഭവം. ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നത് താങ്കളെ വിനീതപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതാ ആദ്യമായി ഇഞ്ചി 2 കണ്ടം, 4 കണ്ടം, 6 കണ്ടം,
ഇഞ്ചി 6 കണ്ടോ 6 കണ്ട ഇഞ്ചിമേലാണ് തുടങ്ങുന്നത്. ഇഞ്ചി കടിച്ച് കുടിച്ച് രഞ്ജു അതാ തുടങ്ങി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓ അതിനൊക്കെ നമ്മുടെ പുതിയ ഒരലാണ്, അത് കുക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുവാണ്. അനക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഇനി നമ്മുടെ പരിപാടി ഇതൊക്കെ ഒന്ന് കൊത്തിച്ചാച്ചിട്ട് നമ്മുടെ ചോറ് എന്താ ചോറ് എന്തായാലും നോക്കട്ടെ. നമ്മളിവിടെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടുണ്ടോ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തീ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ, ചെറിയ സിമ്മിലാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെയിലാണ്. വെയിലുണ്ടായും കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല തണലാണ്, ഞങ്ങളും നല്ല തണലാണ്ടോ. അതായിക്കോട്ടെ അതൊക്കെ ഒന്നുകൂടി ചൂടായിക്കോട്ടെ. പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ കൊടുത്തില്ല, അതൊക്കെ അവിടെ തോരട്ടേക്കുവാണ്. ഇതിൽ നമ്മുടെ മുണ്ടൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഈ മൂച്ചിത്തോട്ടത്തിൽ ഒരു ചക്കയും കൂടി പറിച്ചാണ്ട് അത് ഉണ്ടാക്കണം. ചേച്ചി നമുക്ക് ചക്ക കയറാനൊക്കെ തയ്യാറാണ്. ചേച്ചി നമുക്ക് അന്ന് മാങ്ങ ഒന്ന് പൂണ്ടോക്കണം. ഇപ്പോഴല്ല, ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് വേണമല്ലേ ഒന്ന് പൂണ്ടോക്കണം. ഇന്നത്തെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട പാട്ട്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല ഞങ്ങളിവിടെ ഉണ്ടോ സ്പീക്കർ വെച്ചാണ് മോഹൻലാലിന്റെ പഴയ പാട് തന്നെയാണ്. ആ പിച്ച് തന്നെയാണ് വരേണ്ടത്. ആണ് പാട്. പാടാത്ത പാട്ടുകൾ കാറ്റ് വന്താൽ പാടാത്ത കൂട്ടിലെന്നു കൂടെ വന്താൽ ഇത്രകൾ മതി ഇഞ്ചി സമ്മതി. അപ്പടിയാ തമിഴാ മലയാളം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തേ. എന്നാ പിന്നെ ഇത് ഫുള്ള് ചതക്കട്ടെ കേട്ടോ. നമ്മളെ ചിക്കന്റെ തൊലിയാണ്, അതൊന്നും തിന്നും അറിയില്ല. ചിലപ്പോ തിന്നു പക്ഷെ അവന് പേടിയാണല്ലേ. നമ്മളുണ്ടായിട്ടാണ് ഈ കാര്യം. ഓക്കെ. ഓ ഇന്നേക്കാൾ ചോർക്കേണ്ടതാണ്. എടാ ഈ മാങ്ങനല്ലേ നമ്മൾ കിളിച്ചുണ്ട പറയാ. അതിനെ തന്നെ ഞങ്ങളവിടെ ഈ ചുണ്ട് നിൽക്കുന്നതേ കിളിച്ചുണ്ടൻ മാങ്ങ. കിളിച്ചുണ്ട മാങ്ങയാണ് ചേച്ചി നമുക്ക് തന്നെ. ചെത്തി നോക്കുകയാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എന്താ അവസ്ഥ അറിയാലോ. പുളി പൈനാപ്പിൾ നിന്നാ മതി. ഇങ്ങോട്ട് പൈനാപ്പിൾ ഞാനേ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് വരാം കേട്ടോ. കറിവേപ്പിലിൻ്റെ മരം ഞാനിവിടെ എവിടെയോ കണ്ടിരുന്നേ. കണ്ടിരുന്നു പറഞ്ഞാൽ ഇവിടെ ഇത് ടോയ്ലറ്റാണ്. നമ്മൾ നേരത്തെ കയറിയിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ എവിടെയോ വേണ്ട ഒക്കെ കറിവേപ്പിലാണ്. നല്ല സാധനമാണ്. അപ്പോൾ ഇതൊന്ന് പറിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു കൊമ്പ് നോക്കിയിട്ട് ചെറുത് കൊണ്ടുപോകാനൊന്നും വേണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ കറിയൊക്കെ ഇടാനല്ലേ. ഓക്കെ നന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 തണ്ട് എടുത്തുക്കണേ, ഞാൻ ഉള്ളി എടുത്തുക്കണേ. ഇനി ഇത് നമുക്ക് കറി വെക്കാനായി. ചോറ് വെന്ത് തുടങ്ങി. അടുത്ത പരിപാടി കറിയാണ്. ഇത് കൊണ്ടുപോകുന്നത് അടുക്കളകളിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അല്ലേ. പിന്നെന്താ ചൂടേ കയ്യുമ്മക്ക് യാതൊരു പ്രശ്നമല്ലല്ലോ മോനെ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കണ പോലെ തന്നെയാണ്, യാതൊരു മാറ്റമൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ളൂ. എണ്ണ വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കഴുകിയുണ്ട് കേട്ടോ. ഇത് കഴുകിയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്തരം സാധനങ്ങൾ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കുക. ഉള്ളി, തക്കാളി കുറച്ചെടുക്കണുള്ളൂ, അല്ലെങ്കിൽ മധുരിക്കും ഓർമ്മകളെ കൊണ്ടുവരൂ. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് അടിച്ച് കയറുന്നുണ്ട്. ഇനി ചിക്കൻ മസാല ഒന്ന് വേകാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. 1 അങ്ങോട്ട് പോയിട്ട് മസാല കയറിയാണ്. 2 3 ഉറപ്പിച്ചാൽ തറോടെ ഇല്ല 3 അപ്പോൾ 1 എടുത്തറിഞ്ഞു ചടിയില്ല ചേട്ടൻ. അങ്ങനെ ഫുൾ സാധനം ആയി. മസാല അത്യാവശ്യമായിട്ടുണ്ട്. ഇതിൽ ഉപ്പും മല്ലി മുളക് ഇനി ഇടേണ്ടി വരും. ഇനി ചിക്കനെ ആട്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് ബാക്കി സംഭവങ്ങളൊക്കെ. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നാട്ടിൽ സാധാരണ വെക്കാതെ എല്ലാ കറി വെക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഇത് ഞങ്ങളിത് ഓക്കെ
ഒക്കെ എന്നിട്ട് കലങ്ങി തെളിയട്ടെ. ഒഴിക്കാണ്ട് സമയം ഒഴിച്ചോ. വെള്ളം പാകത്തിനില്ല. ആഹാ അത്യാവശ്യത്തിന് അതേ ഇതിന് കൊള്ളുള്ളൂ. ഇറവുകൾ പകലേ ഇറന്തത് നിന്നെ ഞങ്ങൾ ഓരോ പാട്ടൊക്കെ കേട്ടില്ല. എന്താ പറയുക, ഇതിലെങ്ങനെ കാറ്റ്. ഇവിടെ നെൽകൃഷി, അവിടെ ഒരു മലനിര, ചെറിയൊരു മലയാണത്. അവിടേക്ക് പറ്റുകയാണെങ്കിൽ ഈവനിങ് ഒക്കെ ഒന്ന് കയറി പോയാൽ അതിലങ്ങനെ കയറി പോവാത് കുറേ. അതെ, കറി ഇവിടെ വെന്തുകൊണ്ട് നിൽക്കുന്നത്, ചോറാവുന്നു, മാങ്ങത്തോട്ടം, മാങ്ങ തിന്നുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ട കണ്ട കണ്ട. സാറേ ചോറിനല്ലേ എന്നാ? ചോറിന് ഞങ്ങൾ ചോറിന് കേട്ടോ. നിങ്ങൾ ചോറുണ്ടായിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ ഒരു മല കയറണം. ഓക്കെ. ഞങ്ങളേ ചമ്മ ഇങ്ങോട്ട് ആ പൊടി അത് ഞങ്ങൾ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഹൈവേയിൽ പോവായിരുന്നു. ഇത്രയും കാറ്റ് കൊണ്ട് മഴൻ്റെ വരവും കാര്യം കണ്ടപ്പോൾ കയറുകയാണ്. നമ്മളുടെ ഹോട്ടലുകാരൻ കുറച്ച് ദൂരോട്ട് പോകണം അല്ലേ? ആ ചേച്ചി പറഞ്ഞായിരുന്നു വെള്ളം തരാമെന്ന്. പക്ഷേ എങ്കിൽ വെള്ളം നിന്ന് പോയി പൈപ്പിലേ. ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി ഉച്ചയ്ക്ക് ചോറിനായിട്ട് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ സംഭവിച്ചു. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4:30 നമുക്ക് ഇനി ആ മലമ്മയ്ക്കൊന്നും കേരളം നടക്കില്ല കേട്ടോ. കാരണം ഇത്രയും മഴ കാര്യം കാറ്റ് ഒക്കെ പാടെ ആകുമ്പോഴേ കാറ്റാണ്. ഇതിലൊക്കെ ആകെ പൊടിക്കാറ്റായിരുന്നു. ഒക്കെ ഇപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട് അല്ലേ? ചെറിയൊരു ആശ്വാസം ഉണ്ട്. ഈ ആന്ധ്രയിൽ നമ്മൾ ഇന്നാൾ പോയപ്പോൾ ഇതേമാതിരി കാറ്റ്. ആ കഴിഞ്ഞ പ്രാവശ്യം പോന്നപ്പോഴും അല്ലേ നല്ല കാറ്റായിരുന്നു. പക്ഷേ നമുക്കിത് ഭയങ്കര പേടി വരികയാണ്. കാരണം നമ്മളവിടെ ഇത്ര രീതിയിൽ കാറ്റ് വന്നില്ലല്ലോ. ആ അതെ. അല്ല മഴ 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 കണ്ടോളിട്ടോ. കർണാടല്ലേ അവിടെ സാധനങ്ങളൊക്കെ അവിടെ ഡ്രസ്സൊക്കെ അവിടെ ഒക്കെ തന്നെ അറിയില്ല. കുട്ടമുട്ട പൂപ്പായിട്ട് ഞങ്ങള് മഴക്കാലം ഇവിടുന്ന് 4 കിലോമീറ്റർ പോകണം നമ്മൾ നിൽക്കുന്നിടത്തേക്ക്. ഓഹോ ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നമ്മളുടെ ഷീറ്റ് ഇവിടെ വെച്ച് പോയിന്. അത് കാണാനല്ല, അത് പാറിപ്പോയോ ഇല്ല. ഇവിടെ എവിടെ കാണാനല്ല. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൂക്കി വിളിക്കാണ്ട് നോക്കൂ. എന്തായാലും ആരെ കൊണ്ടുപോയതാണ്. അതെന്തേ? അങ്ങനെ മഴയാനേക്കാല്ലേ? ആ എന്നാ വാ. താങ്ക്സ്ണാ. അല്ല ആരും അങ്ങനെ കൊണ്ടാവല്ല. കാറ്റ് ഞങ്ങൾ കാറ്റ് അടിച്ചിട്ട് ഇത് എത്രത്തോളം ദൂരം പോയിക്കോ പറയാമല്ല. കാരണം അത്രയും വലിയ കാറ്റ് അടിച്ചിക്കണ്. അതേ ആ എല്ലാം വാരി കൊണ്ട് അത്രയും ദൂരം പോവല്ലേ. തിരുമ്പി ഉണക്കിയ സൂര്യൻ പോയിട്ടില്ലേ? സൂര്യൻ്റെ അവിടെ ഉണക്കിക്കോ. ഈ ഡ്രസ്സ് മാറ്റിയാളോ എന്തായാലും. ഏതായാലും ഒക്കെ ഉണങ്ങിയണല്ലോ. ഇതിന് തിരുമ്പൊന്നും വേണ്ടേ, ഇത് ഒന്നായിട്ട് തോരട്ടാ മതി. ഞാൻ കുഴപ്പമുണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് നീങ്ങിയിരിക്കണോണ്ടേ എനിക്ക് ഇവിടെയൊക്കെ നനഞ്ഞേക്കണുണ്ടോ? ഇതിലൊക്കെ നനഞ്ഞേക്കണ്. ഇതിലൊക്കെ നനഞ്ഞേക്കും. പക്ഷെ എൻ്റെ അടുത്തേക്ക് അങ്ങനെ നന വല്ലാതെ വരില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെയൊന്ന് കാറ്റ്. ആ അതെന്തിനപ്പെടുന്നു? മഴ പോയി. ആ മഴ പെയ്ത ഷോക്ക് ഇപ്പോഴും മാറിയില്ല. നാട്ടിലേക്ക് എന്താ അവസ്ഥ? മഴ പെയ്യുന്നുണ്ടാവില്ലേ? മഴ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും സേഫല്ല. സേഫായിട്ടിരിക്കുക. ബി കെയർഫുൾ. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. The time is 5:15 ஆயிருக்கு. சூரியன் அங்கே இருக்கு. எங்க வண்டி இங்கே இருக்கு. കുക്കു അത് മറച്ചിருக்கு. ഗൈസ് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മലമയ്ക്ക് കയറുകയാണ്. മഴയൊക്കെ ചോർന്നു. നമ്മുടെ വണ്ടിമേലൊക്കെ ഇപ്പോഴും മഴത്തുള്ളികൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ നിന്നപ്പോഴത്തെ ആഗ്രഹിച്ചതാണ്. അതെ പാട്ട് കുറേ ഉണ്ട്. ഇജ് പാട്. ഏതായാലും ഞങ്ങൾ വന്നപ്പോൾ ആഗ്രഹിച്ച കാര്യമാണ് ആ ഒരു കുന്നുമ്മ കയറിയിട്ട് ഒന്ന് നോക്കണം എന്നുള്ളത്. അത് നോക്കാൻ വേണ്ടി പോവല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം, ബെൽ ബട്ടൺ നിർത്തണം. ഓക്കെ കണ്ടിട്ട് കയ്യടിക്കണം. കയ്യടിന്റെ പകരമായിട്ട് എന്താ അറിയാം? കയ്യടിന്റെ പകരമായിട്ട് എന്താ ഏറ്റവും വലിയത്? വിസിലാണ് ഏറ്റവും നല്ല പകരം. ആണോ? എനിക്കറിയാം. എന്നൊരു വിസില് അടിച്ചോണ്ടി. ഓരൊക്കെ കടന്നുറങ്ങുമ്പോൾ ഈ വീഡിയോ കാണണേ. അപ്പോഴടിച്ചാലോ രാത്രി 8:30 വീഡിയോ ഇട്ട എങ്ങനെ?
പകര് കമന്റ് അറിഞ്ഞൂടെ വീഡിയോ റിലീസ് ചെയ്യുന്ന ആള് കുക്ക് കേട്ടോ. അപ്പൊ കുക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മളെത്തില്ലല്ലോ, ഓനിക്കെന്തും കാട്ടാലോ. ഓനിക്ക് പിന്നെ അടുത്ത് എങ്ങനെയാ ഇവിടെ നടുക്ക് മാഗ്നറ്റ് വേണം, എന്നാലോ ഒരു വള്ളിയും വേണം. എന്നാല് ഒരു കണ്ണോ, ഒരു കണ്ണ് എനിക്ക് തരാന്ന് അറിയണോ? ഞങ്ങളുടെ ഒരു തിളക്കത്തെ മാതിരിയല്ല. അല്ല അളിയൻ എന്തോ കൊടുത്തു പറഞ്ഞു, പിന്നെ ഫുള്ള് ഇംഗ്ലീഷ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങള് അവിടെ പോയോട്ടെ. നമ്മള് ഇത് നമ്മുടെ ധാബയാണ്. ഈ ധാബ നമ്മുടെ വണ്ടീൻ്റെ ചാവിയും കാര്യമൊന്നും ഒരിയില്ല, കാരണം ഇല്ലല്ല നമ്മൾ സേഫാണ്. നമ്മൾ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നത്. ചേച്ചി അതുപോലെ അവരെ ഫാമിലി എല്ലാവരും ഇവിടെയുള്ള ആളുകളൊക്കെ അതിൽ ധാരാളം വരുന്നുണ്ട്. കാരണം അവരുടെ രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ യാതൊരു ഒരു പ്രശ്നമല്ല. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്, വാഹനങ്ങളുണ്ട്. ഇത് ഹോട്ടലാണ് മെയിനായിട്ട് ഇവർ ഫുഡ് അല്ലേ. അവർ കുന്നിൻ്റെ മേലെയൊക്കെ ഒന്നും ആരും വല്ല പോക്കുണ്ടാവില്ല, ടൂറിസ്റ്റ് പ്ലേസ് കാര്യമൊന്നും അല്ല അത്. ഇപ്പം കുറച്ചിട്ടില്ലേ, ഞാൻ കുറച്ചിട്ടോട്ടെ. ഒരു കണ്ണടക്ക് പൊട്ടിച്ചാൻ പാടില്ല. ഇവിടെ ഉണ്ട് ഓട്ടത്തിൽ എത്ര ആളാ? ഒരു 20 ആളുണ്ടാവും അതിൽ അല്ലേ? ഒരു 20 ആളുണ്ടാവും അതിൽ. ഒരു 20 ആളുണ്ടാവും അതിൽ. നമ്മുടെ നാട്ടിൽ 3 ആൾക്കാരെ പെർമിഷൻ ഉള്ളൂ ഓട്ടോയ്ക്ക്. അത് 4ാമത്തെ ആളെ കൊണ്ട് 500 രൂപ ഫൈനാണ്. അത് ആ വണ്ടി അതിന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല. പിന്നെ വണ്ടിക്കാരനെ ചോദിക്കാറ് ഇൻഷുറൻസ് ഇല്ല. തട്ടിയ വണ്ടിയോ? തട്ടി വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലേ ഇത്ര ആൾക്കാരൊന്നും കൊണ്ടുപോകാൻ പാടില്ല, പിന്നീട് ചോദിക്കുകയാണ്. അതെ, ഇതിലൊരു ചവിട്ട് വഴി ഉണ്ട്, അതുവഴി പോവാം അല്ലേ. നമുക്കിതിൽ ഈ ഏരിയയിലേക്ക് വഴി ഉണ്ടാക്കി അങ്ങനെ പോകണം. ഒരു വഴി ഉള്ള ഏരിയ കൂടെ ഒന്നല്ല ഞങ്ങൾ പോകണേ, ഇല്ലാത്ത വഴി തേടി പോവുകയാണ് ഞങ്ങൾ അല്ലേ. ഓ എമ്മ കാറ്റ് ചീട്ടാ. ഇവിടുത്തെ ആളുകൾക്ക് ഒരു വ്യൂ പോയിന്റ് ഒന്ന് ആകർഷിക്കാൻ ഇഷ്ടമല്ലേ അല്ലേ. കുക്കിന്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോ നല്ല കാറ്റാണ് ഇവിടെ. ഉണങ്ങിയില്ലേ? അത് മാറ്റിയില്ല കേട്ടോ, നേരത്തെ ഡ്രസ്സ് മാറ്റിയില്ല. അത് കാറ്റും ഇതൊക്കെ കൊണ്ട് തട്ടി ഉണങ്ങിയില്ലേ, നന്നായി അത്. പാറ മകനെ വാണി കൊയങ്ങിയോ? കൊയങ്ങില്ലേയാ? കുറച്ചും കൂടിയും കയറിയാൽ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ്. ചിലപ്പോൾ ഈ നാട്ടുകാർ പോലും കയറിയിട്ടുണ്ടാവില്ല ഗൈസ്, ഇത്രയും വലിയൊരു മല. എൻ്റെ മക്കളെ, ഇത് ഫുള്ള് പാറകളാൽ സമ്പുഷ്ടമായ ഒരു മലയാണ്. അവിടെ ഒരു അമ്പും വില്ലും വിട്ടിക്കണ്. അവിടെ നമ്മൾ ഫ്ലോറസ്റ്റ് 71 യൂട്യൂബ് നമ്മൾ എഴുതിയിരിക്കും, നമ്മുടെ ചാനലിൻ്റെ പേര്. ഓക്കെ, അവിടെ ആ ഒരു കല്ലിൻ്റെ തൊട്ട് താഴെയായിട്ട് ആകെ പാറകളില്ലടാ ഇവിടെ. ഇതുമല്ല അവിടെ ഉണ്ട് ഒറ്റക്കല്ലായി നിൽക്കുന്നത്. ഓനെ കാണുന്നില്ല ഗേസ്, ഞങ്ങൾ കാണുന്നുണ്ടോ? ഇത്ര ചുറ്റുപാടിലാണ് ഞങ്ങൾ നിൽക്കണേ കണ്ടോ. ഫ്ലോറസ്റ്റ് 71. വൺ മോർ ഫ്ലോറസ്റ്റ് 71. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ പാറയുടെ മേലെ കയറുക എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും കയറും, ഇവിടുത്തെ ഇങ്ങനെ കയറാൻ പോകണയാണ്. ഈ മലക്ക് ഇനി ഒരു ടോപ്പില്ല. ആ കാണുന്ന സ്ഥലവും നമ്മളും ഒരേ ലെവലിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ താഴെ ഭാഗമാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഇതും ഒരു കാല് വെക്കാം നമുക്ക്. പിന്നെ അങ്ങോട്ട് അപകടമാണ്, അതുകൊണ്ടാണ്. അവിടെ എന്താണ് ബിന്ദു സുബു ആണ്, സോറി കേട്ടോ, സുബി അല്ല, ബിന്ദു സുബു അമ്പ് ഇട്ടിക്കണം അവിടെ. ഇവിടെ മഞ്ജു അമ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല മഞ്ജുവും കുഞ്ചുവും അടങ്ങുന്ന ഈ ഒരു പാറക്കെട്ടുകളുടെ നടുവിൽ ഈ ഒരു കാറ്റും ആസ്വദിച്ച് ഈ പോകുന്ന വെയിലുണ്ടല്ലോ, ഇന്ന് അസ്തമിക്കാൻ പോകുന്ന ഈ സൂര്യനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാനും കുക്കുവും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വന്ന് മലപ്പുറം ജില്ല വണ്ടൂർ എന്ന് പറയുന്ന ആ ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് വന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ പിലോർ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിൻ്റെ അതിമനോഹരമായുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യണം ഗൈസ്. എല്ലാവരും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞോടി ഇരുന്നിട്ടാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കും തീർച്ചയായും. എന്തായി കഴിഞ്ഞോ? നോക്കട്ടെ, ഇത് പോകല്ലേ? പോകരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഉണ്ടാകുമോ? REST സെൻറ്റ് ഫ്ലോറസ്റ്റ് സെൻറ്റ്. ഓക്കെ, ഗുഡാണ്. അതായത് ഫ്ലോ ഇവിടെ വരെ, റസ്റ്റ് ഇവിടെ വരെ, REST റസ്റ്റ് ഇവിടെ വരെ.
71 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മുടുക്കാനാടാ ആടാ. നമ്മളുടെ തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി താ കിടക്കണേ അവിടെ. ആ തന്നെ ഞാനും അതിശയപ്പെട്ടിവിടെ നിന്നത്. എനിക്ക് തോന്നതേ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഈ ചേമ്പിനെ കണ്ടല്ലോ, ചേനന്റെ മേലെ അതേമാതിരി പടവലങ്ങൊക്കെ തൂക്കാടാൻ വേണ്ടി കല്ല് വെക്കും. ഇത് ഈ കല്ല് വെച്ചോണ്ട് ഇത് വിടർന്ന് നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഈ ശാഖ ഇങ്ങോട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ അങ്ങോട്ടും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നമുക്ക് അക്കനോട് ചോദിക്കാം. ചേച്ചി തന്നെ വിളിക്കാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ മലയാളം അറിയുന്ന ആളാണ്. ചേച്ചി തന്നെ വിളിക്കാം. നമ്മളുടെ വണ്ടി ഉണ്ട് ഇവിടെ, സേഫാണ്. അത്ര വലിയൊരു മാവിൻ തോട്ടമൊന്നുമല്ല, കുറച്ച് സ്ഥലം. പൊക്കക്കായല്ല ഇത് വേറെ എന്തോ ഒരു മരമാണ് അല്ലേ, എന്തായാലും ഫലപുഷ്ടമായിട്ടുള്ളൊരു മരമാണ്. ഇനി ഇവിടെ പിന്നെ നാരങ്ങ മരം ഉണ്ടാകുന്ന ഫലപുഷ്ടമായി. ധാരാളം നാരങ്ങ ഉണ്ട് അല്ലേ. എന്നാൽ വണ്ടി നമ്മൾ മൂടി വെച്ചിട്ടേക്കാണ്. ഇതൊക്കെ തുറക്കണം, നാരങ്ങയും കൂടി കാണാം. ധാരാളം നാരങ്ങ ഉണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നാരങ്ങ ആയി വരുന്നുണ്ട്. രണ്ടെണ്ണം നമുക്ക് പറിച്ചിട്ട് വേണം പോവാം. ഹായ് ചെങ്ങന്മാരെ, അപ്പം ഞങ്ങൾ ഇന്നലെ ഞാൻ കിടന്നത് ഇവിടെയാണ്, കൊക്ക് ഇവിടെയാണ്. ഇന്നലെ ഞങ്ങൾ ആ ഒരു നാരങ്ങൻ്റെ മരവും കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വൈൻഡപ്പ് ചെയ്യാതെ ഞങ്ങളങ്ങനെ വേറൊരു, അതായത് ലോറി ഡ്രൈവർമാർ ദാബയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലോറി ഡ്രൈവർമാർ വന്നു. അപ്പോൾ പിന്നെ അവരുടെ കൂടെ അല്ലേ ഒരുപാട് നേരെ. അപ്പോൾ വലിയ തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ അവരോട് സംസാരിച്ച് അങ്ങനെ സമയം ഒരുപാടായി. അവർക്കും തന്നെ പിന്നെ വീഡിയോയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ക്യാമറ എടുക്കൽ ശരിയല്ലല്ലോ അല്ലേ. പിന്നെ അവരുണ്ട് ഇവിടെ, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെയാണ്. അങ്ങനെ അവർ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ പിന്നീട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ സ്റ്റാർട്ടാവും. അപ്പോൾ അത് നാളെ കാണാം. ഓക്കെ, ബൈ.